ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഒരു മീൻ മുള്ള് തൊണ്ടയിൽ കുടുങ്ങിയാൽ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചാണ്. ഈ മീൻ മുള്ളിനെ എങ്ങനെ അവിടെ നിന്നും മാറ്റിക്കളയാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ചിന്താ വിഷയം. നമുക്ക് ആദ്യമായി നമുക്ക് ചെയ്യാവുന്നത് സ്ട്രോങ് കഫ് കൊടുത്തിട്ട് ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ട് ചുമച്ച് നമുക്ക് അതിനെ വേർപെടുത്തി കളയാൻ നോക്കാം. രണ്ടാമതായി നമുക്ക് ചെയ്യാവുന്നത് പഴമുണ്ടെങ്കിൽ വലിയ കട്ടയായിട്ടുള്ളത് ഒരുവിധം വലുപ്പത്തിൽ എടുത്തിട്ട് അത് വിഴുങ്ങുമ്പം അത് കൊണ്ടിട്ട് അത് പോയെന്നിരിക്കാം. അല്ലെങ്കിൽ മാഷ്മലോ ഉണ്ടെങ്കിൽ മാഷ്മലോ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അതേ കുത്തിക്കൊണ്ടിട്ട് അതും പോയെന്നിരിക്കാം. അല്ലെ ചോറിന്റെ ഒരു ഉരുള എടുത്തിട്ട് അത് വിഴുങ്ങിയിട്ട് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ ചെയ്യാവുന്ന വെച്ചാല് നാരങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ നല്ല കണക്ക് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ വേണ്ടി നല്ല കണക്ക് ഉരയ്ക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അത് നല്ല കണക്ക് ജ്യൂസി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കുത്തു കൊടുത്തിട്ട് നമ്മൾ കിഴുത്തയിട്ടിട്ട് നമ്മളിങ്ങനെ സിപ്പ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് നമ്മുടെ മീൻ മുള്ളിന്റെ അകത്ത് കാൽഷ്യം ഫോസ്ഫറസും ആണ് കൂടുതലായിട്ടുള്ളത്. ഈ കാൽഷ്യമായിട്ട് സിട്രിക് ആസിഡ്, അപ്പൊ സിട്രിക് ആസിഡ് ഒരു ആസിഡ് ആണ്, മറ്റേ കാൽസ്യം ഒരു ആൽക്കലിയുമാണ്. ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കുമ്പോൾ ഈ സിട്രിക് ആസിഡ് എന്ന് ഈ കാൽഷ്യത്തിന്റെ ബോണിന്റെ അകത്തെ കാൽഷ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സിട്രിക് ആസിഡും ഇതും കൂടെ നടക്കുമ്പോൾ ആൽക്കലിയും കൂടെ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അപ്പം pH ന്റെ വ്യത്യാസത്തിലാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കാൽസ്യം സിട്രിക് ആസിഡുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് കാൽഷ്യം സിട്രേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാവും. അതായത് നമ്മുടെ മീൻ മുള്ള അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഈ നാരങ്ങ നീര് കൂടുതലായിട്ട് ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഒരു മീൻ മുള്ളും എടുത്ത് ഒരു കുറെ സമയം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മീൻ മുള്ള അതിനകത്ത് അങ്ങ് അലുത്ത് പോകുന്നതായിട്ട് കാണാം. ഇനി ഇതും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആപ്പിൾ സൈഡർ വിനാഗർ എന്ന് പറയുന്ന സംഭവം വീട്ടിലുണ്ടെങ്കിൽ അത് ഒരു ഗ്ലാസിന്റെ അകത്ത് അല്പം ഒരു സ്പൂണും ഇച്ചിരി വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ ഒരു സ്ട്രോ ഉണ്ടെങ്കിൽ സ്ട്രോ വെച്ചിട്ട് പതുക്കെ വലിച്ചിറക്കുമ്പോൾ ഇതിന്റെ അകത്ത് അസറ്റിക് ആസിഡ് ഉണ്ട്, അസ്കോർബിക് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്, ഫ്യൂമിക് ആസിഡ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അസറ്റിക് ആസിഡ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ആസിഡുകൾ ഇതിന്റെ അകത്തുണ്ട്. ഈ ആസിഡ് നമ്മുടെ തൊണ്ടയിലോട്ട് ചെല്ലുമ്പോൾ ഈ കാൽഷ്യമായിട്ട് പ്രവർത്തിച്ച് ഇതുപോലെ തന്നെ അതിന്റെ സോൾട്ട് ഉണ്ടാകുകയും അത് പൊടിഞ്ഞു പോവുകയും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ട് ആസിഡും ആൽക്കലിയും കൂടെയുള്ള റിയാക്ഷൻ നടന്നിട്ട് അതങ്ങ് പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിൽ നിന്നും രക്ഷ നേടാം. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ വാ നല്ലവണ്ണക്ക് കഴുകി വൃത്തിയാക്കണം, റിൻസ് ചെയ്യണം. കാരണം വെച്ചാല് പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിക്കാനുള്ള കഴിവ് ഈ വിനാഗറിനും അതേപോണക്ക് സിട്രിക് ആസിഡിനും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വാ നല്ലവണ്ണക്ക് കഴുകി പല്ലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മള് ഇത് കൊണ്ടും പോകുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസേഷൻ നടത്തണം. ഇതാണ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.